Exodus chapter 23. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25, 26 വാക്യങ്ങൾ ഈ സമയം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുവിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ഓക്കെ, ആരോ ഇടയ്ക്കൊക്കെ ആമീൻ പറയുന്നുണ്ട്. ഈ ആമീൻ എന്ന വാക്കിന് വലിയ ശക്തിയുണ്ട്. യേശുവിന്റെ മറ്റൊരു പേര് ആമീൻ എന്നാണ്. സ്വർഗത്തിൽ അവന്റെ പേര് എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമീൻ എന്ന പേരുള്ളവൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആമീൻ. Can you please say ആമീൻ? അതാണ് പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ അറിയാതെ പോലും പലപ്പോഴും ആമേൻ എന്ന് പറയാറുണ്ട്. പക്ഷെ അത് കൃത്യമായി അതിന്റെ അർത്ഥതലങ്ങളിൽ സമ്പൂർണമാകുന്നത് ആമീൻ. ആമീൻ, ഹല്ലേലൂയ, ആമീൻ എന്ന് പറയുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Can you please say amen? Amen. Praise the Lord. നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും, നീക്കിക്കളയും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. ആ വാക്യം തുടങ്ങുന്നത് സോ യു ഷാൾ സെർവ് ദ ലോർഡ് യുവർ ഗോഡ്. നിന്റെ ദൈവമായ യഹോവയെ നീ സേവിക്കുന്നെങ്കിൽ, നീ അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ, നീ അവനിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവമായ കർത്താവും നിങ്ങളെ അറിയിക്കുന്നു, നിന്റെ അപ്പത്തെയും നിന്റെ വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും. നിന്റെ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് ഞാൻ അകറ്റിക്കളയും, ഞാൻ അതിനെ നീക്കിക്കളയും. ദൈവമായ കർത്താവ് തന്നെ. ഇത് മോശ പറഞ്ഞതല്ല, പ്രവാചകന്മാർ പ്രവചിച്ചതല്ല, ഇത് മറ്റാരെങ്കിലും പ്രസ്താവിച്ച ഒരു പ്രസ്താവനയല്ല. ദൈവം തന്നെ ഡയറക്ട്ലി നേരിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന യഹോവയാകുന്നു. പുറപ്പാട് 15-23 വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 15, I think verse 26. Verse 26 please. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളിച്ചെയ്തു. ഇത് നമ്മൾ പറയത്തില്ലേ, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളാണ്, എൻ്റെ പേര് ഇതാണ് എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് പോലെ ദൈവം ആരെന്ന് പറയുന്നു. ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന യഹോവ ആകുന്നു. ഇതിൽ സംശയമില്ലാത്തവരൊന്ന് കൈകൾ അടിച്ച്, ഇതിൽ സംശയമില്ലാത്തവർ കർത്താവിനൊന്ന് നന്ദി പറയാമോ? ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന യഹോവ ആകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ഗർഭം അലസുന്നവളും മച്ചിയും ഇനി നിന്റെ ദേശത്തുണ്ടാകുകയില്ല. ഞാൻ നിന്റെ ആയുഷ്കാലം പൂർത്തീകരിക്കും. ഞാൻ ബൈബിളിൽ സർവശക്തനാകുന്ന ദൈവത്തിന് വിവിധ പേരുകൾ അവന്റെ പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ ഞാൻ കാണുന്നു. സാമുവേൽ പറഞ്ഞു, അവൻ നമ്മെ ഇത്രത്തോളം സഹായിച്ചു. ആ സ്ഥലത്തിന് അവൻ എബനൈസർ എന്ന പേരിട്ടു. മോറിയായുടെ മലയിൽ അബ്രഹാം കയറിപ്പോകുമ്പോൾ തന്റെ ദൈവം, താൻ സേവിക്കുന്ന ദൈവം ആരെന്ന് മകനായ ഇസഹാക്കിനോട് പറയുന്നത് ഇങ്ങനെയാണ്, യാവേ
ജൈറ. യഹോവ കരുതിക്കൊള്ളും. ഈ ദൈവം കരുതലിന്റെ ദൈവമാണ്, കരുതുന്ന കർത്താവാണ്. യാവേ ഷലോം, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. യാവേ നിസി, അവൻ ജയത്തിന്റെ കൊടി ഉയർത്തുന്നവനാണ്. യാവേ സിക്കിനോ, അവൻ ശുദ്ധീകരണത്തിന്റെ ദൈവമാണ്. യാവേ എലോഹീം, അവൻ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. യാവേ റാഫ, അവൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അവന്റെ പേര് എങ്ങനെയാണോ അവന്റെ പെരുമാറ്റവും അങ്ങനെ തന്നെയാണ്. ചിലരുടെ പേര് പോലെയല്ല അവരുടെ പെരുമാറ്റം. പക്ഷെ അവന്റെ പേര് എങ്ങനെയോ അവന്റെ ഇടപെടലുകളും അവന്റെ പെരുമാറ്റവും ആ നിലകളിലാണ്. എത്ര പേർക്ക് വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിലൂടെ പറയാൻ കഴിയും, യഹോവ എനിക്ക് ഈ സമയം വരെ ഈറയായിരുന്നു, ജൈറയായിരുന്നു, അവൻ കരുതുന്നവനായിരുന്നു എന്ന്. യഹോവ എനിക്ക് ശലോമായിരുന്നു, അവൻ എനിക്ക് സമാധാനം നൽകിയവനായിരുന്നു എന്ന്. യഹോവ എനിക്ക് നിസിയായിരുന്നു, എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവൻ എനിക്കായി ജയത്തിന്റെ കൊടിയെ ഉയർത്തിയവനായിരുന്നു എന്ന്. അവന്റെ പേരെങ്ങനെയോ അവന്റെ പെരുമാറ്റവും ഞാൻ അങ്ങനെ തന്നെ തിരുവചനങ്ങളിലൂടെ കാണുകയാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ബൈബിളിനകത്ത് എന്നാൽ പ്രധാനമായും ഇന്ന് പകൽ എനിക്ക് ശുശ്രൂഷിപ്പാനുള്ളത് ഈ വാക്യത്തിൽ നിന്നാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. യാവേ റാഫ, എല്ലാരും ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, സൗഖ്യമാക്കുന്ന യഹോവ. സൗഖ്യമാക്കുന്ന യഹോവ. ശബ്ദമുയർത്തി പറഞ്ഞേ, സൗഖ്യമാക്കുന്ന യഹോവ. സൗഖ്യമാക്കുന്ന യഹോവ. ഈ ദൈവമായ കർത്താവ്, ഈ സർവശക്തനാകുന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിൽ ദൈവം ആരെന്നും ദൈവത്തിന്റെ മനസ്സെന്തെന്നും ദൈവ സ്വഭാവം എന്തെന്നും വെളിപ്പെടുത്തിയത് പുത്രനിലൂടെയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ? യേശു പറയുന്നു, എന്നെ കണ്ടവർ എന്റെ പിതാവിനെ കണ്ടിരിക്കുകയാണ്, എന്നെ അയച്ചവനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവിനെ ഈ ഭൂമിയിൽ തന്റെ പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് സ്വർഗസ്ഥനായ പിതാവിനെയാണ് ക്രിസ്തുവിലൂടെ നമ്മൾ ദർശിക്കുന്നത്. ആ യേശു കർത്താവ് എന്താണ് ഭൂമിയിൽ വന്ന് ചെയ്തത്? അവന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു? ഒരു കൂട്ടം ആളുകളെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ആരോടും നിങ്ങൾ സഹകരിക്കരുത്, അവന്മാരെല്ലാം പാപികളും കുഴപ്പക്കാരുമാണ്, അവരോടൊന്നും നിങ്ങൾ മിണ്ടരുത് എന്നാണോ യേശു പറഞ്ഞത്? ആ പുള്ളി നമ്മുടെ സഭയുടെ ആളല്ല, യഹൂദനല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല, അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ നമ്മൾ കിടപെടാൻ പോകണ്ട എന്നാണോ യേശു ചെയ്തത്? നോ. ഈ ഭൂമിയിൽ ദൈവത്തെ യഥാർത്ഥമായി വെളിപ്പെടുത്തിയ പുത്രൻ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 10 വേർഡ് 38-ൽ 38-ാം വാക്യത്തിൽ വരുമ്പോൾ ബൈബിൾ പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെയിരുന്നു. 1, അവൻ നന്മ ചെയ്തു. 2, അവൻ പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി. ഇവിടെ അന്ധന്റെ കണ്ണ് തുറന്നതോ, ചെകിടന്റെ ചെവി കേൾപ്പിച്ചതോ, ഊമരെ സംസാരിപ്പിച്ചതോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ഒറ്റ വേർഡിൽ പറയുന്നുണ്ട്, and healing all that were oppressed of the devil. And healing all that were oppressed of the devil. എല്ലാ രോഗത്തിന്റെയും പിറകിൽ നിന്നിരുന്ന രോഗാത്മാക്കളെ അവൻ ശാസിച്ചു, അവരെ അവൻ സൗഖ്യം ആക്കി. ഹല്ലേലൂയ. വിവിധ നിലകളിൽ രോഗങ്ങൾ ഉണ്ടാകാം. Many people are waiting for the healing today morning. ഇന്ന് പലരും സൗഖ്യത്തിന് വേണ്ടിയും ഒരു ഡെലിവറൻസിന് വേണ്ടിയും കാത്തിരിക്കുന്നുണ്ട്. Pastor Chris, when our healing waves meeting is happening in Cochin this Wednesday, ഈ ബുധനാഴ്ച ഇതിലിരിക്കുന്നവർ
പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബുധനാഴ്ച എറണാകുളത്തെ ചർച്ചിൽ വെച്ച്, ഓൺലൈനിൽ കാണുന്നവർ ശ്രദ്ധിക്കണം, ഈ ബുധനാഴ്ച എറണാകുളത്തെ ജീസസ് ഈസ് അലൈവ് ചർച്ചിൽ വെച്ച് രോഗികൾക്കും പൈശാചിക ബന്ധനത്തിൽ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി പ്രത്യേകമായ ഒരു പ്രാർത്ഥന നടക്കുന്നു. അവിടെ വേറെ അധികം ശുശ്രൂഷകളൊന്നുമില്ല. കുറച്ചു സമയം ദൈവവചനം ശുശ്രൂഷിച്ച് ഡെലിവറൻസിന് വേണ്ടി, ആളുകളുടെ വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സെഷൻ ഈ ബുധനാഴ്ച കൊച്ചിയിൽ വെച്ച് നടത്തപ്പെടുന്നു. കഴിവതും ആളുകൾ അതിൽ പങ്കെടുക്കുവാൻ ഉത്സാഹിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ. രോഗങ്ങൾ വിവിധ നിലകളിൽ സംഭവിക്കാം. പാരമ്പര്യമായി രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പാരമ്പര്യ രോഗങ്ങൾ, പറഞ്ഞ പാരമ്പര്യ രോഗങ്ങൾ. പറഞ്ഞ പാരമ്പര്യ രോഗങ്ങൾ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, ക്രിസ്തുയേശുവിന്റെ നിഷ്കളങ്കവും നിർദോഷവുമായ ആ വിലയേറിയ രക്തമാണ്. that precious blood. പാരമ്പര്യമായി രോഗങ്ങൾ ഉണ്ടോ? ഡെഫിനറ്റ്ലി. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും. നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ആ ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ ആ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ നിങ്ങൾക്കൊരു ഡയബറ്റീസിന്റെ, ഒരു ബ്ലഡ് ഷുഗർ രോഗത്തിന്റെ അസുഖമുണ്ട് എന്ന് അവർ കണ്ടെത്തിയപ്പോൾ, നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ, നല്ലൊരു ഡയബറ്റോളജിസ്റ്റ് ആണെങ്കിൽ, ആ മനുഷ്യൻ ചോദിക്കും, നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ ഭവനത്തിൽ മറ്റാർക്കെങ്കിലും ഈ രോഗമുണ്ടോ? നിങ്ങളുടെ ഹാർട്ടിന് ഒരു പ്രയാസവുമായി നിങ്ങൾക്കൊരു ECG എടുത്തപ്പോൾ അതിനകത്തൊരു വേരിയേഷൻ കണ്ടു. ആ വേരിയേഷൻ കണ്ടപ്പോൾ ഡോക്ടർ നിങ്ങളുടെ കൊളസ്ട്രോളും നിങ്ങളുടെ ബ്ലഡ് റൊട്ടീൻസ് എല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ, നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ, നല്ലൊരു കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ, ഉറപ്പായിട്ടും ആ ഡോക്ടർ ചോദിക്കും, ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ? നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ അമ്മയ്ക്കോ നിങ്ങളുടെ വല്യപ്പനോ ആർക്കെങ്കിലും ഹാർട്ടിന് പ്രയാസമുള്ളവർ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? മാനസിക പ്രശ്നവുമായി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുവാൻ നിങ്ങൾ ആ ഡോക്ടർ അടുക്കൽ ചെന്നാൽ, അദ്ദേഹം നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ചോദിക്കും, മാനസിക പ്രശ്നമുള്ള വേറെ ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഞാനിത് പറയുമ്പോ നിങ്ങൾ ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്ന പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഞാൻ പറയുന്നത് ശരിയാണോ? ജീവിച്ചിരിപ്പോണ്ടെന്ന് അറിയാനേലോ കൈ ഒന്ന് കാണിക്കുക, അല്ലെങ്കിൽ ആ മുഖം ഒന്ന് കാണിക്കുക, ജീവിച്ചിരിപ്പോണ്ടെന്ന് അറിയാൻ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചോദിച്ചിരിക്കും. നിങ്ങൾ അവരെ കൺസൾട്ട് ചെയ്തിട്ട് ചോദിച്ചേ. ഫോർ എക്സാമ്പിൾ, ഹാർട്ടിന് ഒരു പ്രയാസമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ഹാർട്ടിന്റെ പ്രയാസവുമായി ഡയഗ്നോസ് ചെയ്താൽ, അതൊരു അപ്പനും വല്യപ്പനും അത് പാരമ്പര്യമായി ഉള്ള ഒരു പ്രശ്നമാണെന്ന് ഡോക്ടറിന് മനസ്സിലായാൽ, ഉറപ്പായും ആ ഡോക്ടർ, ആ മനുഷ്യൻ നിങ്ങളോട് പറയും, എല്ലാ 2 മാസം കൂടുമ്പോഴും, അല്ലെ എല്ലാ 6 മാസം കൂടുമ്പോഴും, സിവിയർ ആണെങ്കിൽ അല്ലെ എല്ലാ മാസം കൂടുമ്പോഴും നിങ്ങൾ ഒരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ECGയിൽ ഒരു ചെറിയ വേരിയേഷൻ കണ്ടു, പക്ഷെ നിങ്ങളുടെ അപ്പനോ വല്യപ്പനോ വീട്ടിലെ ആർക്കും ഹാർട്ടിന് ഒരു പ്രയാസമുള്ളവരാരും വീട്ടിലില്ല. ഡോക്ടർ പറയും, സാരയില്ല, ഇപ്പം പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ട്രഡീഷനായി, പാരമ്പര്യമായി കയറി വരുന്ന സാധനം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പാരമ്പര്യമായി രോഗങ്ങൾ ഉണ്ടാകാം, ഉണ്ട് എന്ന് വൈദ്യശാസ്ത്രം, വേദപുസ്തകത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ഇത് വിശ്വസിക്കാം.
വൈദ്യശാസ്ത്രം പറയുന്നു. Yes. എന്നാൽ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം രോഗങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ആൾക്കാർ, തൃശ്ശൂർക്കാർ അങ്ങനെ പറയുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടുകാർ പറയാറുണ്ട് ഇത് പനിയുടെ സീസണാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു സീസൺ ഇല്ലെന്ന്. Yes. ഇത് പനിയുടെ സീസണാണ്. എല്ലായിടത്തും ഇപ്പോൾ ഈ പനി ഉണ്ട്. അപ്പൊ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം, ക്ലൈമറ്റ് ചേഞ്ചുകൾ മൂലം രോഗങ്ങൾ ഉണ്ടാകാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ദേശത്ത് ഒത്തിരി പൊല്യൂട്ടഡ് ആയിരിക്കുമ്പോൾ, പൊടിപടലങ്ങളും അഴുക്കും മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുമ്പോൾ, എത്ര തുമ്മാത്തവനാണെങ്കിലും ചിലപ്പോൾ വെളിയിറങ്ങിയാൽ അവൻ തുമ്മി അവന് പനി വരും. ബിക്കോസ് ഓഫ് ദ ഡസ്റ്റ്, ദാറ്റ് അറ്റ്മോസ്ഫിയർ. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം മൂലം രോഗങ്ങൾ ഉണ്ടാകാം. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അടുത്തിരിക്കുന്ന ആളെ ഇത് തട്ടിയേ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞേ. പല ഡിസീസുകളും ഉണ്ടാകുന്നത്, ഡിസീസ് എന്ന വാക്ക് തന്നെ ഡിസോർഡർ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ഡിസോർഡർനെസ്. നമ്മുടെ ലൈഫ് സ്റ്റൈലുകൾ കൃത്യമാകാത്ത കാരണം കൊണ്ട്, കൃത്യമായ, ഞാൻ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നതിനെ കുറിച്ചല്ല, ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ കർത്താവ് ഒരു പ്രത്യേക കൃപ നിങ്ങൾക്ക് അതിനെ തരും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനതിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഐ എം നോട്ട് ടോക്കിംഗ് റിലേറ്റഡ് ടു ദ ഫാസ്റ്റിംഗ്. ഞാൻ നോർമൽ കാര്യമാണ് പറയുന്നത്. ഭക്ഷണക്രമങ്ങൾ, കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കാതിരുന്നാൽ അത് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻസിനെ അത് ബാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഉത്സാഹിച്ചത്. അവർക്ക് സ്പിരിച്വൽ ഫുഡ് മാത്രമല്ല യേശു കൊടുത്തത്, ആത്മീക ഭക്ഷണം മാത്രമല്ല യേശു കൊടുത്തത്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമാണ്. എന്നാൽ ആ ആഹാരക്രമങ്ങൾ തെറ്റുമ്പോൾ, രാവിലെ ഒരു 4 ചായ കുടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫുഡ് കഴിഞ്ഞു, പിന്നെ അതിന് ഇടയ്ക്ക് വേറൊരു സാധനം കഴിച്ചു, എന്നിട്ട് ഉച്ചയ്ക്ക് വേറൊരു ഫുഡ് കഴിച്ചു, എന്നിട്ട് വൈകിട്ട് ചായ അതിന്റെ കൂടെ വേറൊരു സാധനം കൂടെ കഴിച്ചു, എന്നിട്ട് രാത്രിയിൽ 8:30 കഴിച്ചു, പിന്നെയും വിശന്നു, രാത്രി 12:30 ഫ്രിഡ്ജ് പോയി തുറന്ന് അതിനകത്തുനിന്ന് പിന്നെയും എടുത്ത് ഫുഡ് കഴിച്ചു. ഈ കഴിപ്പ് നിങ്ങളിൽ രോഗങ്ങളെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ജീവിതത്തിലുള്ള അക്രമം തെറ്റിയ അവസ്ഥകൾ കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ പാരമ്പര്യമായ രോഗങ്ങൾ ഉണ്ടാകാം, കാലാവസ്ഥാ വ്യതിയാനം മൂലം രോഗങ്ങൾ ഉണ്ടാകാം. ഈ ഭക്ഷണക്രമങ്ങളിൽ, ലൈഫ് ഓർഡർ, ജീവിതക്രമങ്ങൾ നമ്മൾ തെറ്റിക്കുന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകാം. ഈ ഉള്ള ഡാൽഡയും ഈ എണ്ണയെല്ലാം എടുത്ത് ഒഴിച്ച ഉള്ള പൊറോട്ടയും ഈ കൊഴുപ്പും എല്ലാം കഴിച്ചിട്ട്, പക്ഷേ ഇവിടെ എന്തോ ഒരു വേദന പോലെ, എന്തോ പോരാട്ടമാണ്. പോരാട്ടമൊന്നും അല്ല, അത് പൊറോട്ടയാണ്. ആരും വീണ്ടുന്നില്ല. ഹല്ലേലൂയ. ലൈഫ് ഡിസോർഡർനെസ് കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാം. ചേർന്ന് രാമീൻ പറഞ്ഞേ. എന്നാൽ 4-ാമത്തെ കാര്യം വളരെ ശ്രദ്ധേയമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് യേശു തിരുവെഴുത്തുകളിൽ തെളിയിച്ച, നമുക്ക് കാണിച്ചു തന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. നിങ്ങൾക്ക്, ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ് മെസ്സേജ്. നിങ്ങൾക്ക് പാരമ്പര്യമായ ഒരു രോഗം പിടിപെട്ടാൽ ഡോക്ടർമാർക്ക് ഒരു പരിധി വരെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നാട്ടുവൈദ്യമോ വീട്ടുവൈദ്യമോ ഒക്കെ ചെയ്ത് പിടിപ്പിക്കുന്നത് പോലെ കഷായമൊക്കെ ഇട്ട് കുടിച്ച് നിങ്ങൾ സെറ്റാവും. You understand me? Yes. ഹല്ലേലൂയ. ഭക്ഷണക്രമങ്ങൾ കൊണ്ട് കൊളസ്ട്രോൾ കൂടിയാൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ ഉണ്ടാകും. പക്ഷെ 4-ാമത്തെ കാര്യം, ഡോക്ടറിനോ വീട്ടുകാർക്കോ കുടുംബക്കാർക്കോ സ്കാൻ ചെയ്താൽ ഈ സാധനം തെളിയത്തില്ല. MRI സ്കാനിങ്ങിലോ പെറ്റ് സ്കാനിലോ CT സ്കാനിലോ ഇത് കാണാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടാണ്,
രോഗങ്ങൾ ഒഴിഞ്ഞ സമയമില്ല. എപ്പോഴും ഒന്നിനു പിറകെ ഒന്നായി വിഷയമാണ്. അതെന്നതാന്നാ ഞാൻ പറയാൻ വരുന്നേ. അതാണ് ഇന്ന് പകൽ കർത്താവ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്ന് തൃശ്ശൂരിൽ യേശു ഡീൽ ചെയ്യാൻ പോകുന്നത്. സംസാരിക്കാൻ കഴിയാത്ത, ഊമനായ, ചെകിടനായ, ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ പറ്റാത്ത ഒരു ചെറുപ്പക്കാരനെ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നു. സാധാരണ നിലയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാർ പറയേണ്ട വാചകം യേശുവിൻ നാമത്തിൽ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുന്നു, ഇവന്റെ കാത് തുറക്കട്ടെ, ഇവന്റെ നാവ് സൗഖ്യമാകട്ടെ എന്നാണ് നോർമലി പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ യേശു ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ മേലാത്ത ഈ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞത്, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. That is a spirit. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോ. അപ്പോൾ അത് പാരമ്പര്യ രോഗമല്ല, അത് ജീവിതക്രമം തെറ്റി വന്ന രോഗമല്ല, അത് മറ്റൊരു നിലയിൽ വന്ന പ്രശ്നമല്ല. അവന്റെ ചെവിയെയും അവന്റെ നാവിനെയും ബന്ധിച്ച ഒരാത്മാവ്, ഒരു സ്പിരിറ്റ് അവനിൽ ഉണ്ടായിരുന്നു. ആ ആത്മാവ് അവനെ വിട്ടുപോയപ്പോൾ അത് സ്കാനിങ്ങിൽ തെളിയില്ല, അത് മരുന്ന് കൊടുത്ത് മാറ്റാൻ കഴിയില്ല. അത് യേശു കർത്താവ് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവന്റെ ചെവി തുറന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. You understand me what I say? Yes. Who will deal with this, pastor? Medical science can't deal with this case. 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത, ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ എടുക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മതി. 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു കൂനയായ സ്ത്രീ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ബൈബിൾ പറയുന്നു, കാണുന്നവരും നാട്ടുകാരും അവളെ ശ്രദ്ധിക്കുന്നവരെല്ലാം നോക്കുമ്പോൾ അവളുടെ ഡിസ്കിന്റെ പ്രോബ്ലമാണ്, ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്. അവിടെ നട്ടല് വളഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഡിസ്കിന്റെ പ്രോബ്ലമാണ്. പക്ഷെ യേശു ആ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഉടനെ പരീശന്മാർ, ഈ ഹീലിംഗ് മിനിസ്ട്രി ഇഷ്ടമല്ലാത്തവർ, ആളുകളിൽ വിടുതൽ നടക്കുന്നത് കാണുമ്പോൾ ചിലക്കൊരു ചൊറിച്ചിലുണ്ട്. ആളുകളിൽ വിടുതൽ നടക്കുന്നത് കാണുന്നത് ഇഷ്ടമല്ലാത്തവർ, ആ ശുദ്ധാത്മാക്കൾ പള്ളിക്കകത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, He's doing the wrong thing. He's doing the wrong thing. Hallelujah. ഇവൻ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. യേശു കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളുടെ ബന്ധനം ശബത്ത് നാളിലും അഴിച്ച് വിടേണ്ടതല്ലയോ? സൽമോനെ പ്ലീസ്, അഴിച്ച് അഴിച്ചു വിടണമെങ്കിൽ ഒരു കെട്ടുണ്ടായിരുന്നു. നോക്കുന്നവരുടെ കണ്ണിൽ ഇത് കൂനാണ്. നോക്കുന്നവരുടെ കണ്ണിൽ ഇത് ഡിസ്കിന്റെ കംപ്ലൈന്റ് ആണ്. നോക്കുന്നവന്റെ കണ്ണിൽ സ്കാനിങ് എടുത്തിട്ട് ശരിയായില്ല, ഡോക്ടറെ കാണിച്ചിട്ടും തടവിച്ചിട്ടും നിവർന്നില്ല. പക്ഷെ തമ്പുരാൻ നോക്കുമ്പോൾ ഇവളെ ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുന്ന ഒരു സ്പിരിറ്റ്. ഇന്ന് പകൽ നിനക്ക് കാണാൻ കഴിയാത്ത മേഖലകളിൽ നിന്നെ ലോക്ക് ചെയ്തിരിക്കുന്ന, നിന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സകല ശക്തികളെയും യേശുവിന്റെ കരം ഇന്ന് പകൽ ഡീൽ ചെയ്യുകയാണ്. കൈകൾ അടിച്ച്
ഇത് സ്കാനിങ്ങിൽ തെളിയുന്നതല്ല. ഇത് സ്കാനിങ്ങിൽ തെളിയുന്നതല്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 10 നേരത്തെ വായിച്ച വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്തിനാണ് അഭിഷേകം? പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുവാൻ, ബന്ധനങ്ങളെ അഴിക്കുവാൻ. ഇന്ന് പകൽ നിനക്കും നിന്റെ കുടുംബക്കാർക്കും ഡീൽ ചെയ്യാൻ പറ്റാത്തത്, നിനക്ക് വ്യക്തിപരമായി ഡീൽ ചെയ്യാൻ പറ്റാത്തത്, നിന്റെ പണത്തിനോ കഴിവിനോ സാഹചര്യങ്ങൾക്കോ കൈകാര്യം ചെയ്യാൻ കഴിയാത്തത്, സ്പിരിറ്റ് റിലോമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് തൊടുകയാണ്. ഈ ദേശത്തിന്റെ മേൽ നിൽക്കുന്ന ഇരുളിന്റെ ശക്തികളുടെ മേൽ. Come on, let us pray and praise in the name of Jesus Christ. എന്തുകൊണ്ട് ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും വിദ്യാഭ്യാസമുള്ള നിന്റെ മകളുടെ വിവാഹം ഇത്രയും പ്രായമായിട്ടും എന്തുകൊണ്ട് നടക്കുന്നില്ല? കാണാവുന്ന ഡോക്ടർമാരെ മുഴുവൻ കണ്ട് ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും സകല ഇടപാടുകളും നടത്തിയിട്ടും എന്തുകൊണ്ട് നിന്റെ വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല? ഇത്രയും കഴിവും വിദ്യാഭ്യാസവും മിടുക്കും ഉണ്ടായിട്ട് നിനക്കെന്തുകൊണ്ടൊരു ജോലി ലഭിക്കുന്നില്ല? സ്പിരിച്വൽ റിലങ്ങളെ കാണാൻ കഴിയാത്തവർ, നിങ്ങൾക്ക് തരുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്, ഇത് കർത്താവ് നിനക്ക് തന്ന ശോധനയാണ്. സ്പിരിറ്റ് റിലത്തെ കാണാൻ കഴിയാത്തവൻ നിനക്ക് തരുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്, ഇത് നിന്റെ വിധിയാണെന്ന്. പക്ഷെ ഇന്ന് പകൽ അഭിഷേകം നിന്റെ വിധികളെ പൊളിക്കും. ഞാൻ ഈ പ്രതികരണമല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഓ സാരാഫത്തിലെ വിധവയായ സ്ത്രീ, സാരാഫത്തിലെ വിധവയായ സ്ത്രീ ഏലിയാവെന്ന പ്രവാചകനെ സ്വർഗത്തിലെ ദൈവം സാരാഫത്തിലേക്ക് അയക്കുന്നു. ഏലിയാവ് പട്ടണവാതിക്കൽ നിൽക്കുമ്പോൾ ഈ സാരാഫത്തിലെ വിധവയായ സ്ത്രീ, അവളോട് ഏലിയാവ് ചോദിക്കുന്നു, സിസ്റ്റർ, സഹോദരി, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? അവൾ പറയുന്നു, യജമാനനെ, ഇതാ ഞാൻ 2 വിറക് പെറുക്കുന്നു, എന്റെ കയ്യിൽ ഒരു പിടി മാവും അല്പം എണ്ണയും അല്ലാതെ മറ്റൊന്നും എന്റെ പക്കൽ ഇല്ല. ഈ ഒരു പിടി മാവും ഈ അല്പം എണ്ണയും കൊണ്ടു ചെന്ന് ഈ 2 വിറക് കത്തിച്ച് അപ്പമുണ്ടാക്കി എന്റെ കുഞ്ഞിനും കൊടുത്ത് ഞങ്ങൾ ഇന്ന് വൈകിട്ട് സൂയിസൈഡ് ചെയ്യാൻ, ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അടുക്കലേക്ക് ലിമിറ്റേഷൻ, ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. ഇതാ സഹോദരി അവളുടെ പരിധിയും പരിമിതിയുമാണ് പറയുന്നത്. എനിക്കൊത്തിരി പരിധിയുണ്ട്, പരിമിതിയുണ്ട്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇതിനപ്പുറത്ത് എനിക്കൊന്നില്ല, ഇതും കഴിച്ച് ഇന്ന് രാത്രി ഞങ്ങൾ മരിക്കാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ അടുത്തോട്ട് എന്തിനു വേണ്ടി ദൈവം ഒരു അഭിഷിക്തനെ അയച്ചു? ഫോർ വാട്ട്? ഫോർ വാട്ട്? എന്തിനു വേണ്ടി അയച്ചു? കാരണം നിനക്കറിയാത്തത് ദൈവത്തിനറിയാം. അഭിഷേകം മുഖത്തെ തകർക്കുമെന്ന്. അഭിഷേകത്തിന് മുഖങ്ങളെ തകർക്കാൻ കഴിയുമെന്ന്. പൈശാചിക മണ്ഡലം എത്ര ശക്തമായി എഴുന്നേറ്റാലും, ദുരാത്മാക്കൾ എത്ര അസ്വസ്ഥമായാലും അഭിഷേകം ചലിച്ചുകൊണ്ടിരിക്കും, ദൈവശക്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
എന്തുകൊണ്ട് ഈ ശനിയാഴ്ച ഇടിവെട്ടി മഴ പെയ്യുന്ന ദിവസം? ഇന്ന് രാവിലെ ഞാൻ എന്റെ മുറിയിലെ കർട്ടൻ മാറ്റി വെളി നോക്കുമ്പോൾ കൊല്ലിയാൻ അടിക്കുകയാണ് ഇവിടെ. ഇടിവെട്ടി മഴ പെയ്ത ഈ ദിവസം ഈ ഓഡിറ്റോറിയം നിറഞ്ഞ്, ഇതിന്റെ ഗാലറി നിറഞ്ഞ് എന്തുകൊണ്ട് ജനം വന്നു? അഭിഷേകത്തിലുള്ള പ്രതീക്ഷ. അഭിഷേകത്തിലുള്ള പ്രതീക്ഷ. They are expecting. Yes. Yes. They are expecting. Amen. ഇതായിരുന്നു യേശുവിനെ ജനം പ്രതീക്ഷിച്ചത്. Amen. ഇതിന്റെ അസ്വസ്ഥതയായിരുന്നു പരീശന്മാർക്ക്. ജനമെല്ലാം ഇപ്പൊ പുള്ളിയുടെ പുറകിലാണ്. Yes. All the crowd is following him Yes. because he have lot of followers. The demonic realm is irritated. But no worries. ഇത് തീരാനുള്ളതല്ല, ഇത് ഉയർക്കാനുള്ളതാണ്. ഇത് യേശുവിനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്. You are a demon. Why? യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ വ്യഭിചാര പുത്രനാണ്. എങ്ങനെയൊക്കെ ആളുകളുടെ ഇടയിലുള്ള പുള്ളിയുടെ അക്സെപ്റ്റൻസിനെ, യേശുവിന്റെ അക്സെപ്റ്റൻസിനെ ഒന്ന് ഇവനെ അറിയ വ്യഭിചാരപുത്രന എന്ന് പറയുമ്പോ വ്യഭിചാരപുത്രനാണ് എന്നാൽ പുള്ളിയുടെ പ്രാർത്ഥനയ്ക്ക് പോകണ്ട. എങ്ങനെ പുള്ളിയിലുള്ള അക്സെപ്റ്റൻസിനെ ഇല്ലാതാക്കാൻ പൈശാചിക മണ്ഡലം ശ്രമിച്ചോ അത്രയും അധികം ക്രൗഡ് കർത്താവിന് കൂടി വന്നു. ബിക്കോസ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിശാചല്ല, അഭിഷേകമാണ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അനോയിന്റിംഗ് ആണ്. അപ്പൊ വീണ്ടും അസ്വസ്ഥത കൊണ്ട് പറയും, പാർട്ടിക്കാരുടെ യോഗത്തിലും ആളില്ലെന്ന്. എടാ, പാർട്ടിക്കാരുടെ യോഗത്തിൽ ഭൂതം വിട്ടുപോകുന്നോ? ഇന്നലെ രാത്രിയിൽ 30-35 പേർ ഇവിടെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് ജനം പിന്തിരിയുന്നു, കുടുംബങ്ങളെ യേശു വിടുവിക്കുന്നു. സമാധാനമില്ലാത്തവരുടെ അകത്ത് സമാധാനം ഉണ്ടാകുന്നു. അതാണ് ഒറ്റ വാക്കിൽ എഴുതിയത്, അഭിഷേകം അവനിൽ ഉണ്ടായതുകൊണ്ട് അവൻ നന്മ ചെയ്തു. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് നന്മ ചെയ്യാനാണ്. നന്മ ചെയ്യാനാണ്. ഇന്നലെ ഞാൻ താമസിച്ച സ്ഥലത്ത് ആ ഹോട്ടലിൽ പാലക്കാടുകാരനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിലുള്ള ആളല്ല. എന്നെ കണ്ട് എന്റെ പെട്ടിയെല്ലാം എടുത്ത് ലിഫ്റ്റ് വഴി അവനാ കയറി വന്ന് മേളിൽ കഴിഞ്ഞ് ഇറങ്ങി റൂമിലിട്ട് ഇറങ്ങാൻ തന്നെ എന്നെ അടുത്ത് പറഞ്ഞു. ഞാൻ കരുതിയത് നമ്മളെ ഒന്നും പരിചയമില്ലാത്ത ആളാണ്. പക്ഷെ റൂമിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പറഞ്ഞു, സാറിനെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ, ഞാൻ ഈ ഫേസ്ബുക്കിലും ഇതിനകത്തൊക്കെ സാറിന്റെ ഷോർട്ട് വീഡിയോസ് ഞാൻ കാണുന്ന ആളാണ്. ദൈവം അവനോട് സംസാരിച്ചു. അവന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കൽ ഞാൻ ഭയങ്കര നിരാശനായി, എന്റെ സഹോദരിയുടെ വിഷയത്തിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി, നിരാശനായി, നാട് വിടാൻ തീരുമാനിച്ചപ്പോ ഇങ്ങനെ ചുമ്മാ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഒരിക്കൽ സാറിന്റെ പ്രസംഗം കേൾക്കുന്നത്. ആ ഒരൊറ്റ ശബ്ദം എന്റെ ജീവിതത്തെ തിരിച്ചെന്നവനോ, ഒറ്റ ശബ്ദം. അനുഭവമുള്ള ആരെയും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ശബ്ദം, that voice
That voice. നന്മ ചെയ്യാൻ, Amen. പിശാച് ബാധിച്ചവരെ വിടുവിക്കാൻ Amen. അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. Yes. ഈ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിനെ കർത്താവ് ഹാൻഡിൽ ചെയ്യും. Amen. മനുഷ്യനും വൈദ്യശാസ്ത്രത്തിനും ഐ എം നോട്ട് എഗൻസ്റ്റ്. ഞാൻ ഒരിക്കലും വൈദ്യശാസ്ത്രത്തിന് എതിരല്ല. മരുന്ന് കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒരിക്കലും ഞാൻ പറയില്ല അത് നിർത്താൻ. Amen. I never do. പക്ഷെ ദൈവത്തിൽ ഒരുത്തൻ പൂർണ്ണമായി വിശ്വസിച്ചാൽ ഞാൻ ഉറപ്പു തരുന്നു, ആ മരുന്നിന് ചെയ്യാൻ പറ്റാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമോ? Yes. 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 Amen. Amen. Yes. Thank you, Holy Spirit. Hallelujah. പറഞ്ഞ നന്മ ചെയ്യുന്ന അഭിഷേകം. നന്മ ചെയ്യുന്ന അഭിഷേകം. പിശാച് ബാധിച്ചവരെ അവൻ സൗഖ്യമാക്കി. നമുക്ക് ഡീല് ചെയ്യാൻ പറ്റാത്തൊരു ഏറിയാണത്. ഞാൻ പറഞ്ഞല്ലോ, കുനിയായ സ്ത്രീ, നാട്ടുകാരുടെ കണ്ണിൽ അത് ഡിസ്കിന്റെ പ്രോബ്ലമാണ്. പക്ഷേ സ്പിരിച്വൽ റിലത്തിൽ അവളെ സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. Yes. Yes. ചെവി കേൾക്കാൻ മേലാത്ത, സംസാരിക്കാൻ മേലാത്ത ചെറുപ്പക്കാരൻ നാട്ടുകാരുടെ കണ്ണിൽ ഊമനും ചെകിടനുമാണ്. പക്ഷെ സ്പിരിറ്റ് റിലത്തിൽ അവന്റെ ചെവിയെയും അവന്റെ നാവിനെയും കെട്ടിയ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. Yes. ഇന്ന് പകൽ അത് മനുഷ്യന് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഇത്രയും പ്രായമായിട്ടും നിന്റെ മകളുടെ വിവാഹം നടക്കാതിരിക്കുന്നതും, പല ബിസിനസ്സുകൾ ചെയ്തിട്ടും ഒന്നും നന്മ പ്രാപിക്കാതിരിക്കുന്നതും, ജീവിതത്തിൽ നന്മയെ തടയുന്നത് ദൈവമല്ല. Yes. Amen. Amen. Yes. അഭിഷിക്തനായ ഏലിയാവ് സെരഫത്തിലെ വിധവയുടെ അരികിലെത്തി. ആ ഒബീഡിയൻസിന്റെ മുൻപിൽ ബൈബിൾ പറയുന്നു, ക്ഷാമകാലത്തും അവളെ ദൈവം ക്ഷേമമായി പോറ്റി. യേശു കർത്താവ്, ലിസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. യേശു കർത്താവ് ദേവാലയത്തിൽ വന്ന് പുസ്തക ചുരുൾ തുറന്ന് യേശു കർത്താവ് വായിച്ചപ്പോൾ അന്ന് ആ പള്ളിയിൽ ഇത് യേശു എടുത്തു പറഞ്ഞു. സെരഫത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നിട്ടും ഏലിയാവിനെ, പ്രവാചകനെ, ഒരുവളുടെ അടുക്കലേക്കല്ലാതെ ദൈവം അയച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് പകൽ എന്റെ ദൈവം ആവശ്യക്കാരന്റെ അരികിൽ, ബ്രോക്കൺ ഹാർട്ട്, ബ്രോക്കൺ ഹാർട്ട്. ഈ തൃശ്ശൂരിനോടുള്ള ബന്ധത്തിൽ കർത്താവ് വീണ്ടും സംസാരിക്കുകയാണ്. ആ ബ്രോക്കൺ ഹാർട്ടഡിനെ കർത്താവ് ഡെലിവർ ചെയ്യുകയാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കി, നന്മ ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നു. Listen, it's very important. യോഹന്നാൻ 10:10, the Gospel of John chapter 10 verse 10. യോഹന്നാൻ 10:10 യേശു പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. ഞാനൊരു ദൈവശബ്ദം കേൾക്കുകയാണ്. ഇന്ന് പകലിൽ സാരഫത്തിലെ വിധവയുടെ ജീവിതത്തിലെ ലിമിറ്റേഷനെ, പരിമിതിയെ അഭിഷേകം പൊളിച്ചു കളഞ്ഞു. ക്ഷാമകാലത്തും അവളുടെ വീട്ടിൽ സമൃദ്ധിയായി. ഈ നിലയിൽ ചില കുടുംബങ്ങളോട് കർത്താവ് പറയുന്നു, നിന്റെ എല്ലാ ലിമിറ്റേഷനുകളെ പിശാച് നിന്റെ മുമ്പിൽ വെച്ച എല്ലാ പരിമിതികളെ എന്റെ ദൈവം ബ്രേക്ക് ചെയ്യും. വിശ്വസിക്കുന്നവർ സ്വീകരിക്കുക. Limitation in your family, limitation in your finance, limitation in your ministry, where you are facing the limitations,
I break it right now in the name of Jesus. Yes. Thank you, Holy Spirit. Thank you, Jesus. Listen, sit. Amen. അവർക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ടുണ്ടാകാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കള്ളൻ, സാത്താൻ, പിശാച് അറക്കുന്നു, മുടിക്കുന്നു, മോഷ്ടിക്കുന്നു. ഈസ് an accuser. ഈ പലർക്കും അവർക്ക് അവരവരുടേതായ ഒരു ഫേസ് ഉണ്ട്. അവർക്ക് അവരവരുടേതായ എന്തോ പറയുന്നേ ഒരു 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 സ്റ്റൈലുണ്ട്, ഒരു നേച്ചർ ഉണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് വരുന്ന ഒരു സ്നേഹമുണ്ട്. ആരും മിണ്ടുന്നില്ല. അത് ആ വ്യക്തി തന്റെ ജീവിതം കൊണ്ട്, തന്റെ ക്യാരക്ടർ കൊണ്ട് പ്രൂവ് ചെയ്താണ്. ഇപ്പോഴും അന്തരിച്ച രാജീവ് ഗാന്ധിയെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്നേഹമുണ്ട്. You understand me what I say? ഇതുപോലെ പിശാചിന് വേറൊരു മുഖമുണ്ട്. ഈസ് an accuser. തന്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം പറയുന്ന അപവാദിയെ തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അതാണ് അവന്റെ മുഖം. That is his face. Thank you, Holy Spirit. യേശു അത് വ്യക്തമാക്കുന്നു. പിശാച് വരുന്നത് നന്മ ചെയ്യാനല്ല, നിന്നെ നന്നാക്കാനല്ല അവന്റെ വരവ്. മോഷ്ടിക്കാൻ, അറക്കാൻ, മുടിപ്പാൻ അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ പിശാച് അറത്ത്, മുടിച്ച്, മോഷ്ടിച്ച്, ഈ കള്ളൻ എന്ന പദം പിശാചിന് എന്താണ് യേശു കൊടുത്തെന്നറിയോ? ഒരു കള്ളന്മാരും അറിയിച്ചിട്ട് വരത്തില്ല. You understand me what I say? Yes. ഒരു കള്ളന്മാര് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, ഇന്ന് രാത്രി 10 മണിക്ക് വാട്സാപ്പിൽ മെസ്സേജ്, 11:30 ഞാൻ വരുന്നുണ്ട്, വരൂ, അങ്ങനെ അയച്ചിട്ടാണോ വരുന്നത്? ഒരു കള്ളന്മാരും വിവരം അറിയിച്ച് വരത്തില്ല. അവൻ രഹസ്യമായി വർക്ക് ചെയ്യത്തുള്ളൂ. കള്ളൻ കേറി പോയതിനു ശേഷമേ അറിയത്തുള്ളൂ കള്ളൻ കേറിയെന്ന്. Thank you, Lord Jesus. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ചിന്തിക്കുന്നു ഇതൊക്കെ എങ്ങനെ എനിക്ക് സംഭവിച്ചു. ഇപ്പോഴും ഈ സാങ്ച്വറിയിൽ, ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് ഇപ്പോഴും ഒരു പിടുത്തമില്ല. എന്റെ ദൈവമേ, ഇതൊക്കെ എങ്ങനെ നടന്നു? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ പ്രതിസന്ധിയിൽ ഞാൻ എങ്ങനെ അകപ്പെട്ടു? ഇത് എങ്ങനെ സംഭവിച്ചു? ഇത്ര നന്നായി പൊയ്ക്കൊണ്ടിരുന്ന എന്റെ കുഞ്ഞ്, എന്റെ കൊച്ച്, എന്റെ മോൻ, എന്റെ മോള്, എങ്ങനെ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയി? വളരെ തന്ത്രപൂർവമായി, രഹസ്യമായി ആലോചിച്ച് പൈശാചിക മണ്ഡലം നിന്റെ തലമുറയും നിന്റെ കുടുംബത്തെയും നിന്റെ നന്മകളെയും അറത്ത് മുടിച്ച് മോഷ്ടിക്കാൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ, അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് പറയുന്നു, നിനക്ക് ജീവൻ ഉണ്ടാകാൻ അത് സമൃദ്ധിയായിട്ട്. I'm feeling the anointing. I'm feeling the anointing. Come on, ആ കൈകളൊന്ന് അടിച്ചൊന്ന് സ്വീകരിച്ച് സമൃദ്ധിയായി. There's soy alive. There's soy alive. There's soy alive. Sharala barana maraka. Sharamana mara thala maraka tarala. ഞാൻ ഈ വാക്ക് ഇവിടെ പറയുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് അങ്ങനെ സംഭവിക്കാൻ പോകുകയാണ്. കള്ളൻ, പിശാച് മോഷ്ടിച്ചോണ്ട് പോയതെല്ലാം യേശു നിനക്ക് തിരികെ തരും. കർത്താവ് തിരിച്ചു പിടിക്കും. അത് നിന്റെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, അത് നിന്റെ ശുശ്രൂഷയായിരിക്കാം, അത് നിന്റെ തലമുറയുടെ സൗഖ്യമായിരിക്കാം. ഇന്ന് പല ദൈവത്തിന്റെ കരം. In the mighty name of Jesus. Thank you, Holy Spirit. Thank you, Holy Spirit.
Thank you, Holy Spirit. Because Philippians chapter 3, verse 21, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. Please read it. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അവൻ സകലവും, ഈ വാക്യം I think you can say this slide. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, യേശുവിന്റെ ശക്തി, പറഞ്ഞു യേശുവിന്റെ ശക്തി. ഏറ്റവും പുറകിലിരിക്കുന്ന ഒരു ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ? പറഞ്ഞേ യേശുവിന്റെ ശക്തി. പുറകെ പറഞ്ഞു യേശുവിന്റെ ശക്തി, സകലവും കീഴ്പ്പെടുത്തുന്ന ശക്തി. ഗാലറി കേട്ടില്ല. യേശുവിന്റെ ശക്തി, സകലതും കീഴ്പ്പെടുത്തുന്ന ശക്തി. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. ഇതുകൊണ്ടാണ് ഫിലിപ്പിയർ 4 വരുമ്പോൾ പൗലോസ് പറയുന്നത്, സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും യേശുവിന്റെ നാമത്തിന്റെ മുൻപിൽ മടങ്ങും. ഈ ഭൂമിയിലെ എല്ലാത്തിനും ഒരു പേരുണ്ട്. പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ബാക്കി എല്ലാ നാമങ്ങളും കീഴടങ്ങണം, കീഴടങ്ങും. വൺസ് അഗൈൻ മൈക്കടുപ്പിച്ച് പിടിച്ച്, യേശുവിന്റെ നാമത്തിൽ ബാക്കി എല്ലാ നാമങ്ങളും കീഴടങ്ങും. വൺസ് അഗൈൻ I'm feeling. യേശുവിന്റെ നാമത്തിൽ ബാക്കി എല്ലാ നാമങ്ങളും കീഴടങ്ങണം. എല്ലാത്തിനും ഒരു പേരുണ്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് എ നെയിം. യേശു ക്രിസ്തു ഒരു പേരാണ്. എന്താണ് ആ നാമത്തിന്റെ ശക്തി? പത്രോസ് അപ്പോസ്തലനും യോഹന്നാൻ അപ്പോസ്തലനും സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കലിരിക്കുന്ന മുടന്തന്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് പീറ്റർ പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല, പക്ഷേ ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഞങ്ങളുടെ അധരത്തിലൊരു നാമമുണ്ട്, നസ്രയനായ യേശുവിൻ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. എന്താണ് ബൈബിൾ അവന് കൊടുത്തിരിക്കുന്ന പേര്? അമ്മയുടെ ഉദരം മുതലേ മുടന്തനായവൻ. മുടന്തൻ എന്ന പേര്, മുടന്ത് എന്ന നാമം യേശുവിൻ നാമത്തിന് മുമ്പിൽ ഇല്ലാതാകുകയാണ്. ക്യാൻസർ ഒരു പേരാണ്, ഒരു നാമമാണ്, ഒരു പേരാണ്. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ എന്ന നാമം മുട്ടുമടക്കിയേ പറ്റൂ. കാരണം ബൈബിൾ പറയുന്നു, എല്ലാ മുട്ടും അവന്റെ നാമത്തിൽ മടങ്ങും. ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, തൈറോയിഡ്, ട്യൂമർ, all the issues, all the names of the sickness, എല്ലാ രോഗങ്ങൾക്കും ഒരു പേരില്ലേ? നമ്മള് ചില സമയത്തൊക്കെ ചിലരുടെ രോഗങ്ങളുടെ പേര് കേട്ടാൽ നമ്മൾ ചിന്തിക്കേ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു എന്ന്. അപ്പോഴാ നമ്മൾ അറിയുന്നത് ഈ പേരിൽ ഒരു രോഗമുണ്ടെന്ന്. എല്ലാ രോഗങ്ങൾക്കും ഒരു പേരുണ്ട്, ഒരു നാമമുണ്ട്. എല്ലാ സ്ഥലത്തിനും ഒരു പേരുണ്ട്, ഒരു നാമമുണ്ട്. എല്ലാ പഞ്ചായത്തിനും ഉണ്ട്, നിങ്ങളുടെ വീടിന് വരെയുണ്ട്. പക്ഷേ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. Lift up your voice and sing it. എല്ലാ നാമത്തിലും മേലായ Lift your hands. നാമം, ഭക്തർജനം വാഴ്ത്തും നാമം. Once again, Emmanuel.
എല്ലാ നാമത്തിലും എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാൽ മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. നമ്മൾ ഇവർക്ക് 1 മിനിറ്റ് കൊടുക്കുവാണ്. അതിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്, ഈ വരി പാടുമ്പം ഈ 2 വരിയെ പാടത്തുള്ളൂ. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങും തൻ തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം ശ്രീയേശു നാമം അതിശയ നാമം ഏഴെനിക്കിമ്പം. കൈയടിക്കരുത് ആരും. കൈയടിച്ച പകുതി പാട്ട് പാടത്തില്ല. ആ കൈ ഉയർത്തിപ്പിടിച്ച് 2 കൈ ഉയർത്തിപ്പിടിച്ച് ഒരു ഹയർ സ്കെയിലിൽ ഈ 2 കൈ ഉയർത്തിപ്പിടിച്ച് ഇവര് പാടുമ്പം എത്ര ശബ്ദത്തിൽ ഈ വരി പാടാവോ. ഋതം ഇടല്, ഡ്രം അടിക്കല്. എനിക്ക് ഇവരുടെ ശബ്ദം കേൾക്കണം. Want to hear this atmosphere in this voice. ശബ്ദം ഉയർത്തി കർത്താവിന്റെ ദാസന്മാരോട് ചേർന്നൊന്ന് പാടിയേ. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം ശ്രീയേശു നാമം അതിശയ നാമം ഏഴെനിക്കിമ്പനാമം ഓ ശ്രീയേശു നാമം അതിശയ നാമം ഏഴെനിക്കിമ്പനാമം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് ഇത് സംഭവിക്കുവാൻ പോകുന്ന നമ്മുടെ ഉയർപ്പിനെ കുറിച്ചും മർത്യമായത് അമർത്യമായതിനെ ധരിക്കുന്ന പ്രത്യാശയെക്കുറിച്ചുമാണ് പൗലോസ് പറയുന്നെങ്കിലും ഈ ദൈവത്തിന് ഇത് അന്ന് മാത്രമല്ല ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോഴും സകലത്തെയും അവന് കീഴ്പ്പെടുത്തുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നെ കീഴടക്കാൻ നിൽക്കുന്ന ശക്തികളുടെ മേലിൽ, എന്നെ തകർക്കാൻ നിൽക്കുന്ന ശക്തികളുടെ മേലിൽ ഒരു ജയത്തെ സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങൾ അടിച്ച് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Hallelujah. Come on, let us shout and say hallelujah. Hallelujah. Amen. കർത്താവ് നമുക്ക് നൽകിയ നിയോഗത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ലൂക്കോസ് 10:8-9 വാക്യത്തിൽ പറയുന്നു, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ നിങ്ങൾ ചെന്നാൽ, ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ പട്ടണത്തിലാണ്. We are in Thrissur. Word 9 please. Luke chapter 10 word 9. ഏതെങ്കിലും പട്ടണത്തിൽ നിങ്ങൾ ചെന്നാൽ അവിടുത്തെ രോഗികളെ Amen. Yes. Are you agreeing with me? Yes. Amen. Otherwise you are against to Jesus. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ യേശുവിനെതിരാണ്. Yes. 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 യേശുവിന്റെ കാഴ്ചപ്പാടിനെതിരാണ്. Amen. നിങ്ങൾ ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ യേശു ഡിസൈപ്പിൾസിനോട് പറയുന്നു, നിങ്ങൾ അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് അവരോട് പറവി.
and heal the sick, and say unto them, the kingdom of God is come nigh unto you. ഇന്ന് തൃശ്ശൂരിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, Amen. ദൈവരാജ്യം Yes. സമീപിച്ചിരിക്കുന്നു. Yes. And the other thing, the Lord is coming very soon. Yes. യേശുവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. The same time, the same manner, ഇതേ സമയത്ത് ഇന്ന് പകൽ ഇതിൽ അനേകർ സൗഖ്യമാകുവാൻ പോകുന്നു, അനേകർ വിടുതൽ പ്രാപിക്കുവാൻ പോകുന്നു. Thank you, Holy Spirit. Thank you, Holy Spirit. Luke chapter 10, Luke chapter 10, verse 19 and 20. Lucas 10, 19, 20. പാമ്പുകളെയും തേളുകളെയും ആഹാ. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുകയും. I will teach you something. നിങ്ങൾ എന്റെ അറിയോക്കെ ആർക്കെങ്കിലും 1 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള പെർമിഷൻ ഉണ്ട്. യു ക്യാൻ ഗോ, നോ പ്രോബ്ലം. ബിക്കോസ് ചില ആളുകൾക്ക് ഡയബറ്റീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. കൃത്യം 1 മണിക്ക് ഭക്ഷണം കഴിക്കേണ്ടവരുണ്ട്, മരുന്ന് എടുക്കേണ്ടവരുണ്ട്. യു ക്യാൻ ഡു ഇറ്റ്, നോ പ്രോബ്ലം, നോ വറീസ്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളല്ല, ഫുൾ കൺട്രോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പോകേണ്ടവരുണ്ടെങ്കിൽ ആശീർവാദം പറയുന്നവരെ സഹിച്ചിരിക്കണമല്ലോ, വേണ്ട, പ്ലീസ്, നോ പ്രോബ്ലം. ആശീർവാദം പറയുന്നവരെ ആരും സഹിച്ചിരിക്കണ്ട. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ, ഈ ഇന്നത്തെ മെസ്സേജിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നെങ്കിൽ, പ്ലീസ് യു കണ്ടിന്യൂ ഹിയർ. മൈറ്റി ഗോഡ് വിൽ ബ്ലെസ് യു. ദാറ്റ്സ് ഇറ്റ്, നോ പ്രോബ്ലം. ചേർന്ന് രാമീൻ പറഞ്ഞാട്ടെ. Because the Spirit of the Lord is controlling you. ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ആരെയും കൺട്രോൾ ചെയ്യാനുള്ള അധികാരം ദൈവം തന്നിട്ടില്ല. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. Okay, that's it. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. നമ്മുടെ ആളുകൾ ഇതിനെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത് അറിയാം? അതാ വേ ഓഫ് സ്റ്റൈലിലാണ്. ബിക്കോസ് എങ്ങനെയാ സഹോദര പറയണ്ടേ? അവരാ പറയുന്നൊരു ശീലമുണ്ട്, ഭൂതങ്ങളൊന്നും കീഴടങ്ങുന്നതിലല്ല കാര്യം, രോഗികളൊന്നും സൗഖ്യമാകുന്നതിലല്ല കാര്യം, സ്വർഗത്തിൽ പേരെഴുതിയതിലാണ് കാര്യം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. അവര് പറഞ്ഞത് ഏത് ആറ്റിറ്റ്യൂഡിലാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ യേശു പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ കർത്താവിന്റെ അടുക്കൽ വന്നിരിക്കുന്ന 70 പേര് ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കിയിട്ട് വന്നവരാണ്. അത് യേശു അവർക്ക് കൊടുത്ത ഇംപാർട്ടേഷൻ ആണ്. ഹല്ലേലൂയ. ഇവരോട് ഈ സംസാരിക്കുന്ന കർത്താവും അനേക ഭൂതങ്ങളെ പുറത്താക്കിയ, രോഗികളെ സൗഖ്യമാക്കിയ, ഇന്നും പ്രവർത്തിക്കുന്ന ക്രിസ്തുയേശുവാണ്. ഇതിനകത്ത് ഒരാശയക്കുഴപ്പം ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. പറഞ്ഞ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. നീഡുണ്ട്, പ്രയോറിറ്റി ഉണ്ട്. വായു, ജലം, വെളിച്ചം, ആഹാരം, വസ്ത്രം, പാർപ്പിടം ആവശ്യമല്ല, അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതേണ്ടത് അത്യാവശ്യമാണ്. അതിനായിരിക്കണം പ്രയോറിറ്റി. എന്നാൽ ഭൂതം വിട്ടുപോകേണ്ടതും രോഗി സൗഖ്യമാകേണ്ടതും ബന്ധനം അടിയേണ്ടതും ആവശ്യമാണ്. എനിക്കില്ലാത്തൊരു കാര്യത്തെ മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്.
ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല എന്ന് കരുതി ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കരുത്. അമേരിക്കയോ ചുമ്മാ തട്ടിപ്പല്ലേ, അങ്ങനെ ഒരു സ്ഥലം പോലും ഇല്ല, ഇവരൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ട് കിടക്കുക എന്ന് പറയരുത്. അമേരിക്കയിൽ പോയവരും അവിടെ ജീവിക്കുന്നവരും പറയും, ഇല്ല സാറേ, ഇങ്ങനൊരു രാജ്യം ഉണ്ട്. ഹല്ലേലൂയ. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യാമെങ്കിൽ ഞാൻ ഒരു തമാശ. This is spirituality. ഞാനിതിൽ ഒരു ആത്മീയതയും കാണുന്നില്ല. എന്റെ ആത്മീയത എന്റെ അടുത്തിരിക്കുന്നവനെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഒന്ന് കൈയടിച്ച്, എന്റെ ആത്മീയത അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നതാണ്. എന്റെ ആത്മീയത വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നതാണ്. It's not spirituality, that's a religion. ഇത് മതമാ. മതം അടിച്ചേൽപ്പിക്കല്ലേ. നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് അത്യാവശ്യമുണ്ട്. മക്കളെ, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതേണ്ടത് അത്യാവശ്യമാണ്. കർത്താവ് വരാറായി. പക്ഷേ ഭൂതം ബാധിച്ചവനും രോഗിയായി കിടക്കുന്നവനും ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തവനും സ്വസ്ഥതയില്ലാത്തവനും പിശാച് ആത്മഹത്യയെ കുറിച്ച് ചിന്തിപ്പിക്കുന്നവനും വിടിവിക്കപ്പെടണം.
വിടുവിക്കപ്പെടണം. Amen. I don't know നിങ്ങൾ എത്ര പേര് എന്നെ ഞാൻ ഈ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ I am telling truth. Amen. I am telling truth. Amen. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ Yes, yes. അവൻ ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. Amen. അന്നാളിൽ ചിലർ എന്നോട് നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയും. അതെന്താണ് ആ വേർഡ് ഉപയോഗിച്ചത്? ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തെ സ്നേഹിച്ചവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. Amen. Yes. Amen. നീ ശുശ്രൂഷയിൽ ഭൗതികമായ കാര്യങ്ങളെ പ്രിയപ്പെട്ടുകൊണ്ടാണ് പ്രവചിച്ചതെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ല മീറ്റിംഗിൽ അകത്തും പുറത്തും ജനം മുഴുവൻ കൂടിയിരുന്ന, പബ്ലിക് മുഴുവൻ കൂടിയിരുന്ന ക്രൗഡിൽ ക്യാമറ തിരിച്ചു വെച്ച് ജനത്തോട് ചോദിപ്പിച്ചു, ഇതിലിരിക്കുന്ന ഒരു മനുഷ്യന്റെയും കയ്യിൽ നിന്ന് ₹1 വാങ്ങി ടിനു ജോർജ് പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ടോക്കൺ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? ആരോടെങ്കിലും സാമ്പത്തികം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? I never do. സഭയുടെ വിഷയമല്ല, സഭയ്ക്ക് ആവശ്യമുണ്ട്. അത് ചർച്ചിന് ഇപ്പൊ ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നു, ഇതിനെല്ലാം റെന്റ് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇന്നലെയും പറഞ്ഞു പ്രാർത്ഥിക്കണം, ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ദൈവമക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യും. സുവിശേഷത്തെ സ്നേഹിക്കുന്നവർ സുവിശേഷ വേലയ്ക്ക് കൊടുക്കും. I know that. Amen. Amen. Yes. Personally. Never do. ഞാൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാത്തവരും കാണാൻ എനിക്കറിയത്തില്ല, ഞാൻ ആരെയും വിധിക്കാൻ ആളല്ല. വിധി എന്റെ കയ്യിലല്ല, ദൈവമാ വിധിക്കുന്നത്. ഹൃദയങ്ങളെ അറിയുന്നവൻ ദൈവമാണ്. Amen. Amen. ചേർന്ന് രാമീൻ പറഞ്ഞ Amen. ഹല്ലേലൂയ. Yes. ദൈവത്തെ സ്നേഹിക്കാതെ ശുശ്രൂഷയിലും ഞാൻ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ്. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ഇവിടെ. ഈ ലൈവ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇന്നലെ മീറ്റിംഗിൽ ഇവിടെ വരുമ്പം ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, ഒരു കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ഒരു ഫാമിലി ഇവിടെ വരും. ആ കുഞ്ഞിനെ ക്യാരി ചെയ്ത സമയത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തി ആ അമ്മയ്ക്ക് ഡയബറ്റീസ് ആയി. ആ കുഞ്ഞിനും അപ്പനും അമ്മയ്ക്കും എല്ലാ രോഗമാണ്. ഒരു ഡിമോണിക്കായ ഒരു മരണദൂതൻ Yes. അവരെ കൊണ്ടുപോകാൻ നിൽക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിത് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ആരും മുമ്പിൽ വന്നില്ലെങ്കിൽ ഒരുപാട് പേര് പല വിഷയങ്ങളിൽ ഫ്രണ്ടിൽ വന്നു നിന്നു. സമയമില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഫാമിലി മുന്നോട്ട് വന്നത്. സത്യമായും പരിശുദ്ധാത്മാവ് അവരെ തൊട്ടതാണ്, അല്ലെങ്കിൽ ആ വീട്ടിൽ മരണം സംഭവിച്ചേനെ. നമ്മുടെ ലക്ഷ്യം മനം തകർന്നവരാണ്. നമ്മുടെ ലക്ഷ്യം യേശുവിനെ പോലെ. നോക്കിയേ, യേശുവിനെ എറിയാൻ ആളുകൾ കയ്യിൽ കല്ലുമായി നടന്നപ്പോഴും യേശു അവന്റെ കയ്യിൽ 1, 2, 3 കടപ്പാക്കല്ലാണോ മാർബിൾ ആണോ എണ്ണല്ലായിരുന്നു. യേശു നോക്കിയത് അവിടെ വല്ല കുരുടനുണ്ടോ, വല്ല ചെകിടൻ ഇരിപ്പുണ്ടോ, വല്ല ഊമരും ഇരിപ്പുണ്ടോ, ആവശ്യക്കാരുണ്ടോ, അധ്വാനിക്കുന്നവരുണ്ടോ, ഭാരം ചുമക്കുന്നവരുണ്ടോ, പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ടോ എന്നായി. What is your focus? What is focusing on your ministry? ഇവിടെ ഒത്തിരി ശുശ്രൂഷകർ ഇരിപ്പുണ്ട്. നിങ്ങൾ എന്തിലേക്ക്? You never focus in the money. യഹോവ നിങ്ങളുടെ ഇടയനാണെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. നിനക്ക് വേണ്ടത് നിന്റെ പുറകെ വരും. നിനക്ക് വേണ്ടത്, നിനക്ക് തരേണ്ടത്. കർത്താവിനെ സ്നേഹിക്കാതെ മറ്റെന്തിനെയെങ്കിലും സ്നേഹിച്ച് ആത്മഭാരമില്ലാതെ മറ്റു പലതിനെയും പ്രിയപ്പെട്ട് ആ നിലയിൽ ശുശ്രൂഷിച്ചതിനെ വേദപുസ്തകം പറയുന്നു. ഇന്നലെ പറഞ്ഞ കൊച്ചായതല്ലേ,
ഇത് ഇന്നലെ ഹോസ്പിറ്റലായിരുന്നല്ലേ കൊച്ച്? ഞാൻ ഇന്നലെ പറഞ്ഞ ആ കുട്ടിയെ ഇന്നലെ പ്രവചനാത്മാവിൽ ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ആ കുഞ്ഞ് ഹോസ്പിറ്റലാണ്, അവളുടെ അമ്മയ്ക്ക് പ്രയാസമാണ്, അപ്പന് പ്രശ്നമാണ്. അവളുടെ അപ്പനും ആരായിരുന്നു ഇന്നലെ ഇവിടെ വന്ന? അപ്പനും പിതാവും മൂത്ത മോളോ ഇളയ മോളും അപ്പനുമായിരുന്നു വന്ന്. God delivered them. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. Thank you, Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Yes. I'm coming. Amen. First Corinthians chapter 8 verse 3. ഇതൊന്ന് പെട്ടെന്ന് വായിക്കണം. ഇത് ആ വചനത്തോടുള്ള കണക്ഷൻ ആണ്. ഓക്കെ, ഒരുത്തൻ ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 8 1 കൊരിന്ത്യർ 8:3 1 കൊരിന്ത്യർ 8. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇവരെന്നാ പറഞ്ഞു? നിന്റെ നാമത്തിൽ പ്രവചിച്ചു, രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. കാരണം അവരുടെ പ്രശ്നം എന്നായിരുന്നു? അവർ ഈ മിനിസ്റ്റർ ചെയ്തതൊന്നും ദൈവത്തെ സ്നേഹിച്ചല്ലായിരുന്നു. Yes. Amen. Yes, yes. That is very dangerous song. ഞാൻ ഇത്രയും മണിക്കൂറുകൾ ഇവിടെ ശുശ്രൂഷിക്കുന്നു. കൊട്ടാരക്കര ചർച്ചിൽ എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ ഇവിടെ നിപ്പുണ്ട്. വർഷങ്ങളായ എന്റെ മൈ സ്പിരിച്വൽ സൺസ് അറിയ 21 ദിവസവും 40 ദിവസവും ഒക്കെ ചിലപ്പോൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ രാവിലെ 10:30 മണിക്ക് ചർച്ചിൽ വന്നാൽ, ഒരു 11 മണിക്ക് മിനിസ്റ്റർ ചെയ്യാൻ കയറിയാൽ, വൈകിട്ട് 7:30 മണി വരെ 8 മണി വരെ ഒറ്റ നിപ്പ് നിന്ന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. Yes, yes. Still. Amen. ആരുടെ കയ്യിൽ നിന്ന് ഒരു കവർ മേടിക്കില്ല. Yes. ചർച്ചിന് ആരെങ്കിലും കൊടുത്താൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ദാറ്റ് ഇസ് അനദർ കേസ്, നോട്ട് പേഴ്സണൽ. എന്താണ് ഇത്രയും മണിക്കൂറുകൾ ശുശ്രൂഷിക്കാനും ഉറക്കമുളച്ച് യാത്ര ചെയ്യാനും പല സ്ഥലങ്ങളിലും പോകുമ്പോ എനിക്ക് സൈറ്റ് സീൻ കാണാൻ പാനോ? പക്ഷെ അവിടെ ഒരു വലിയ ഒരു സംഭവം ഉണ്ട്. റീസെന്റ് ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോഴും പല സ്ഥലങ്ങളിലും പോയപ്പോഴും പക്ഷെ ഒരു ഷോപ്പിങ്ങിന് വരാൻ പറ്റുമോന്ന് ചോദിച്ച സ്ഥലത്ത് പോകാൻ സമയമില്ല. അതുപോലെ ആളുകൾ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു, അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്, ജനം വലയുന്നു. നിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന ആത്മാക്കളിലാണെങ്കിൽ ദൈവത്തിന്റെ ശ്രദ്ധ നിന്നിലായിരിക്കും. Yes. Oh, Jesus. Amen. Once again, brother, നിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന ആത്മാക്കളിലും ജനത്തിലുമാണെങ്കിൽ ദൈവത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നിന്റെ മേളിലായിരിക്കും. അതിനെ ഏറ്റെടുക്കുന്നവരെന്ന് കൈയടിച്ച് മെനി ടൈംസ്, പല സമയങ്ങളിലും, not every time. I'm not getting much time. ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ സ്നേഹിച്ചായിരിക്കണം. Amen. ആളുകൾ നിങ്ങളെ സ്നേഹിക്കും. ഐ ഡോണ്ട് നോ. ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ 1-2 പേര് പറയുമായിരിക്കും, പാസ്റ്റർ ഇന്നത്തെ മീറ്റിംഗ് ബ്ലെസ്സിംഗ് ആയിരിക്കുന്നു. ഞാൻ അതിനൊരു ബോണസ് ആയി കാണും. Amen. Yes. ഓണത്തിന് കിട്ടിയ ബോണസ് എന്നൊക്കെ ആളുകൾ പറയുന്ന പോലെ. Some people never say. ചിലപ്പോൾ സൗഖ്യം പ്രാപിച്ചവര് പോവും. ഇവര് പിന്നെ ചിലപ്പോൾ പള്ളി പോലും വന്നിരിക്കും, പിന്നെ ഇവരെ കാണാൻ പോലും കിട്ടിയെന്നിരിക്കത്തില്ല. എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ നിൽക്കും, പറയും പാസ്റ്റർ ഇത് കണ്ടോ, ഈ കുഞ്ഞിനെ കണ്ടോ, ഈ മോനെ കണ്ടോ, 8 വർഷം പിള്ളേരില്ലായിരുന്നു, പാസ്റ്റർ പ്രാർത്ഥിച്ച് ദൈവം തന്ന, പിന്നെ കണ്ടിട്ടേ ഇല്ല, കൊച്ചിനെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. I don't care. But my focus. Amen. And your focus. Yes. എന്റെ നിങ്ങളുടെയും ശ്രദ്ധ കർത്താവിന്റെ മുഖത്തേക്കായിരിക്കണം. Amen. ലിസൺ, ഒരിക്കൽ വളരെ ഫേമസ് ആയ ഒരു ഗിറ്റാറിസ്റ്റ്, ഭയങ്കര ഫേമസ് ആയ ഒരു ഗിറ്റാറിസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ, ആ പ്രസിദ്ധമായ സ്ഥലത്ത് അദ്ദേഹം ഗിറ്റാർ പ്ലേ ചെയ്യാണ്. ലക്ഷങ്ങൾ കൂടിയിട്ടുണ്ട്.
ആയിരക്കണക്കിന് ആളുകൾ ഇടിച്ചു നിൽക്കുകയാണ് ഈ ഷോയ്ക്ക് വേണ്ടി. വളരെ പ്ലസന്റ് ആയി ഇതുപോലത്തെ ഗിറ്റാർ അടിച്ച് തകർത്ത് ജനത്തെ ഇളക്കുന്ന മനുഷ്യൻ. പക്ഷെ അന്ന് ഈ പുള്ളി പ്ലേ ചെയ്യാൻ വന്ന് കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ പുള്ളിയുടെ മുഖം ഇച്ചിരി മൂഡ് ഓഫ് ആയി. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ പുള്ളി കർട്ടന് പുറകിലോട്ട് പോയി. അപ്പൊ ഇവിടെ ബാക്കി പരിപാടി നടന്നുകൊടുത്തു. പിന്നെ പുള്ളി വീണ്ടും തിരിച്ചു വന്നിട്ട് പിന്നെ പുള്ളി വായിച്ചത് അസാധാരണമായ നിലയിലാണ്. ഇതെല്ലാം ഇതുപോലെ ക്യാമറ ഒപ്പിയെടുക്കുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പുള്ളിയെ പേഴ്സണലി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ആദ്യത്തെ 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോ നിങ്ങൾ അങ്ങ് മൂഡ് ഔട്ടായി, പിന്നെ നിങ്ങളൊന്ന് പുറത്തോട്ട് മാറി ഗിറ്റാറുമായിട്ട് പോയി, നിങ്ങൾ തിരിച്ചു വന്ന് പിന്നെ നിങ്ങൾ ഉഷാറായി, എന്താണ് ഈ ഒരു ചേഞ്ച് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ടു യു? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? പുള്ളി പറഞ്ഞു, ഞാൻ വായിക്കാൻ കയറി എന്റെ ആദ്യത്തെ 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എന്നെ 10 വർഷത്തോളം ഗിറ്റാർ പഠിപ്പിച്ച എന്റെ മാസ്റ്റർ ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു. പുള്ളി ഫ്രണ്ടിലുണ്ടായിരുന്നു. പുള്ളി എന്നെ നോക്കിയിട്ട് നിന്റെ ഗിറ്റാറിന്റെ ടോൺ ശരിയല്ല എന്നെ സൂചിപ്പിച്ചു. അത് കൃത്യമായിരുന്നു. അത് പുള്ളിക്ക് മനസ്സിലായി, അതിന്റെ ടോൺ കറക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെന്ന്. ഞാൻ അവിടുന്ന് തിരിച്ചു പോയി ആ ഗിറ്റാറിന്റെ ടോൺ ക്ലിയർ ചെയ്തു. പിന്നെ വന്ന് വായിച്ചപ്പോൾ എന്റെ മാസ്റ്റർ എന്നെ ഇങ്ങനെ കാണിച്ചു, ഓക്കെ എന്ന് കാണിച്ചു. പിന്നാണ് എന്റെ മുഖം തെളിഞ്ഞത്. ഞാനൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ നിന്റെ മുഖം തെളിയുന്നോന്നല്ല ഞാൻ നോക്കുന്നേ. I am looking my master. Yes. I am looking my master. Thank you, Holy Spirit. Thank you, Jesus. എന്റെ ദൈവം അതിൽ ഹാപ്പിയാണോ? Amen. എന്റെ ദൈവത്തിനും തന്റെ രാജ്യത്തിനും അതിൽ ബെനിഫിറ്റ് ഉണ്ടായോ? ഐ എം ലുക്കിംഗ് ദാറ്റ്. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയോ. ഐ എം നോട്ട് ലുക്കിംഗ് യുവർ ഫേസ്. യുവർ ഫേസ് ഈസ് ഓൾവേസ് ദിസ്. താങ്ക് യു, ഹോളി സ്പിരിറ്റ്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. Amen. കർത്താവിനെ സ്നേഹിക്കാതെ ഭൂതത്തെ പുറത്താക്കിയും കർത്താവിനെ സ്നേഹിക്കാതെ കർത്താവിന്റെ സഭയ്ക്കല്ലാതെ നിന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി നീ അത് ചെയ്താൽ ഡെഫിനറ്റ്ലി നീ നരകത്തിൽ തന്നെ പോകും. പക്ഷെ നീ അത് കർത്താവിനും തന്റെ സഭയ്ക്കും തന്റെ രാജ്യത്തിനും അവനെ സ്നേഹിച്ചായി ഇത് ചെയ്തെങ്കിൽ യു വിൽ ഗെറ്റ് ദ റിവാർഡ്. നിനക്ക് സ്വർഗത്തിൽ അതിന് പ്രതിഫലം ഉണ്ടാകും. കൈകൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. Thank you, Holy Spirit. I'm going to finish. I'm going to pray for you, my children. I'm going to pray for you. എത്ര പേര് ഇന്ന് ദൈവ ശബ്ദം കേൾക്കാൻ? I want to prophesy. Amen. I want to prophesy for some people here today. ഒരാൾ പോലും ഇപ്പൊ എഴുന്നേറ്റ് പോകില്ല. I want to prophesy. I want to pray for you today. Hey, ഇപ്പൊ ആളുകൾ ചോദിക്കുന്നു, what is prophesy? What is prophetic? What is prophetic? What is for that? എന്തിനു വേണ്ടിയാ അത്? ഒരു ബസ്സിൽ കയറുന്നതിന് മുമ്പ് ബസ് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. ഒരു ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ട്രെയിൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. അല്ലെ സമയവും പോവും കാശും പോവും. 1 Corinthians chapter 14 verse 3. Read quickly. പ്രവചിക്കുന്നവനോ? Yes, that's correct. 1 Corinthians 14:3. Yes. പ്രവചിക്കുന്നവനോ ആത്മിക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രബോധനത്തിനായി, ആശ്വാസത്തിനായി. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ കണ്ടു ഈ തൃശ്ശൂരിൽ Amen. തകർന്ന എത്ര കുടുംബങ്ങൾ പ്രൊഫറ്റിക് സെഷനിൽ Yes. അവർ സന്തോഷത്തോടെ മടങ്ങിയെന്ന്. Amen. Many families. Yes. Hallelujah. Amen. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, പ്രവചിക്കുന്നത് നിന്നെ സന്തോഷിപ്പിക്കാനല്ല, പ്രവചിക്കുന്നത് പ്രവചിക്കുന്ന ആളിന് സന്തോഷിക്കാനാ. ആ പ്രവചനം കേട്ട ആള് ഹാപ്പി ആയിക്കോളും. ആ ദൂത് കേട്ട ഒരാളുണ്ടല്ലോ, ഞാൻ ആരോടാണോ പ്രൊഫസർ ചെയ്ത് അവരോട് ചോദിച്ചാൽ മതി അവരുടെ എക്സ്പീരിയൻസ് എന്തുവാന്ന്. കമോൺ, കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. I don't care anyone. I'm caring that people. I am caring that people. I am focusing that people. First Corinthians chapter 14. 1 Corinthians 14, 24, 25. 1 Corinthians chapter 14, verse
24 and 25. എല്ലാവരും പ്രവചിക്കുന്നെങ്കിലോ, ദൈവത്തിന്റെ ആഗ്രഹമാണ്. ബട്ട് ഇഫ് ഓൾ പ്രൊഫസൈ, അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും ഐ എം ടീച്ചിങ് യു. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, എന്റെ ജനത്തെ പഠിപ്പിക്കുകയാണ്. പക്ഷെ ഇത് ഓൺലൈനായി പോയി. എന്റെ ജനത്തെ പഠിപ്പിക്കുന്നത് ഈ എന്റെ വീട്ടിൽ പറയുന്നത് അയലോക്കക്കാരൻ എടുത്തോണ്ട് പോലും നിനക്കുള്ളതല്ലിത്. എന്റെ വീട്ടിൽ സംസാരിക്കുന്നത് എന്റെ വീട്ടുകാർക്കുള്ളതാണ്. ചേർന്നൊരാമീൻ പറഞ്ഞാട്ടെ. I'm talking, I'm preaching for you, my children, my beloved one, my followers, who believing in Jesus and is this ministry. Yes. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. Hallelujah. എല്ലാവരും പ്രവചിക്കുന്നെങ്കിലും, ഇപ്പോ എന്റെ ഒപ്പം നിൽക്കുന്നവർ വൺ ബൈ വൺ ആയി ഓരോരുത്തരായി ഈ ഒരു മിനിസ്ട്രി ചെയ്യുന്നവരാകും. ഐ ഡിക്ലെയർ ഇൻ ജീസസ് നെയിം. ആത്മീക വരമില്ലാത്തവനോ അവൻ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന് ഭയമുണ്ടായിട്ട് അവൻ കവന്നു വീണ് ദൈവം നിങ്ങളുടെ നടുവിൽ ഉണ്ടെന്ന് പറയും. ഇന്നലെ രാത്രി ഒരു ഫാമിലി ഇവിടെ വന്നു. അവരുടെ മകന്റെ വിസയുടെ പ്രോബ്ലം, അവനിപ്പോൾ ആയിരിക്കുന്ന സ്ഥലം, അവന്റെ പ്രശ്നം, ആ സഹോദരന്റെ മകളുടെ ഭർത്താവിന്റെ പേര്, ആ വീട്ടിലെ പ്രശ്നം, മകന്റെ വിഷയം, അതിനകത്ത് എവിടെയാ വിടുതൽ ഉണ്ടാകേണ്ടെന്നുള്ളത് എവറിത്തിങ്, എവറി ഡീറ്റെയിൽ സകലതും അറിയുന്ന ദൈവം അവരോട് സംസാരിച്ചു. അവർക്ക് വിശ്വാസം ഉണ്ടായി. ആ സഹോദരൻ, അസാധുവായ സഹോദരനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എന്നെ അറിയുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അവർ വിശ്വാസം വർദ്ധിക്കപ്പെടുന്നു, അവർ ദൈവം ഉണ്ടെന്ന് അറിയുന്നു. നോട്ട് ഫോർ എവ്രിവൺ, God is focusing someone. Yes. Thank you, Holy Spirit. Amen. 2 Peter chapter, see, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെട്ടു വരും. ആരോടും പറയാതെ കൊണ്ട് നടന്ന കാര്യം വെളിപ്പെട്ടു വരും. അതിനെ വെളിപ്പെടുത്തുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വാസമുള്ളവരെന്ന് കൈ ഉയർത്തി പിടിച്ചേ. നിങ്ങളത് വിശ്വസിച്ചാൽ നിങ്ങളോടും കർത്താവ് സംസാരിക്കും. ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞവൻ ദൈവത്തെ നമസ്കരിക്കും. പിശാചിന് ദൈവത്തെ നമസ്കരിക്കുന്ന പിശാചിന് ഇഷ്ടമാണോ? അതുകൊണ്ട് അവൻ എപ്പോഴും പ്രൊഫറ്റിക്കിന് എതിരാണ്. Thank you, Holy Spirit. 2 Peter chapter 1 verse 21. 1 പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. Hallelujah. Amen. For the prophecy came not in an old time, but the will of man, but holy men of God speak as they were moved by the Holy Spirit, by the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ, മൂവിൽ. Yes. Amen. 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 Thank you, Holy Spirit. Thank you, Jesus. എല്ലാവരും കൈ ഉയർത്തി പ്രാർത്ഥിച്ച് അതെന്ന് ഇന്നിവിടെ ശക്തമായിരിക്കണം. Yes. Hallelujah. Yes. ശക്തമാകണം, ശക്തമാകണം, ശക്തമാകണം. Thank you, Holy Ghost. My God can reveal it everything. Amen. All the details. ചിലര് പറയുന്ന കാര്യമുണ്ട്, എങ്ങനെയാണ് ഇത് ദൈവത്തിന് ഈ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ പറ്റുമോ?
Acts chapter 10, please. Acts chapter 10. I want to teach you. Rasha Bahalakos. Acts chapter 10. Thank you, Holy Ghost. Okay, word 3. 2 and 3. കൈസരിയിൽ ആ. ഇത്താലി എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നതിനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ കൈ കൊടുത്ത് പറഞ്ഞ ദൈവത്തിന് നിന്റെ പേരറിയാം. ഉറപ്പായിട്ടും അറിയാം. ആമേൻ. നിന്നെ മുഴുവനായ ദൈവത്തിന് അറിയാം. Yes. അതുകൊണ്ടാണ് ശമരിയാക്കാരി സ്ത്രീ വന്നു നിന്നപ്പം അവളോട് കർത്താവ് പറഞ്ഞ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ള നിന്റെ ഹസ്ബൻഡ് അല്ല. ആ പുള്ളിക്കാരിക്ക് മനസ്സിലായി സംഭവം പ്രൊഫറ്റിക് ആണെന്ന്. പുള്ളിക്കാരി ഉടനെ യേശുവിനോട് പറഞ്ഞു, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു ആമേൻ പറഞ്ഞാൽ നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. കാരണം അവളുടെ ജീവിതത്തിലെ ഡീറ്റെയിൽസ്. 5 ഭർത്താവ് ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല. ആ ഭർത്താവിന്റെ പേര് പറഞ്ഞു. ഇതാണോ പ്രവചനം? തിന്മയായി നടക്കുന്നു എന്ന് നീ പറയുന്ന ശമരിയാക്കാരി സ്ത്രീക്ക് നിന്നേക്കാൾ വിവരമുണ്ട്. അവള് പറഞ്ഞു, യു ആർ ദ പ്രൊഫറ്റ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. യു ആർ ദ പ്രൊഫറ്റ്. Thank you, Holy Spirit. Hey, hallelujah. Thank you, Jesus. Yes. കൊർന്നലിയോസിനോട് ദൈവം പറയുന്നു, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. നോക്കിയേ, ദൈവം ഡീറ്റെയിൽസ് പറയോ ഇല്ലയോ? അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നിവരോടുകൂടെ പാർക്കുന്നു. ലൊക്കേഷൻ വായിച്ചേ. അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ആളിപ്പോ എവിടെ ഉണ്ട്? അവൻ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നത്? ആളുടെ പേരെന്താണ്? ഇത് മുഴുവൻ ദൈവം കൊർന്നല്യോസിനോട് സംസാരിക്കുന്നു. ഈ ദൈവം ഇന്നും സംസാരിക്കുന്നു. ഉറപ്പുള്ളവരെന്ന് still this God is speaking. Hallelujah. Acts chapter 9 verse 10 and 11 quickly. 10 and 11. അനനിയാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനനിയാസെ എന്ന് വിളിച്ചു. കർത്താവെ, അടിയനിതാ എന്ന് അവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. Listen, this is important. 13ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എഴുന്നേറ്റ്. There's a street name. What's the name of the street? നേർവീതി. Street which is called straight. ആ സ്ട്രീറ്റിന്റെ പേരെന്നാ? സ്ട്രൈറ്റ്. നമ്മൾ ഈ നേർവീതി എന്നൊക്കെ വിചാരിച്ചപ്പോ നമ്മൾ ഏതാണ്ട് സാധനം സ്ട്രൈറ്റ്. നേർവീതി, സ്ട്രൈറ്റ്. And inquire in the house of Judas for one called Saul. അവന്റെ പേര് ശൗൽ എന്നാണ്. അവൻ യൂദ എന്ന തർസോസുകാരനായ ഒരുത്തന്റെ വീട്ടിൽ ശൗൽ എന്ന പേരുള്ളവനെ, യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ നേർവീതി എന്ന സ്ഥലത്തുണ്ട്. അവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്യാസ് എന്ന അപ്പോസ്തലന് ഡീറ്റെയിൽസ് കൊടുക്കുന്നു ദൈവം. സ്റ്റിൽ എന്റെ ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു. തന്റെ ജനത്തോട് സംസാരിക്കുന്നു. എന്റെ ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു. വരുവാൻ പോകുന്ന ക്ഷാമത്തെ കുറിച്ച് ഇവരുടെ അഗബോസ് എഴുന്നേറ്റ് പ്രവചിച്ചു. ആ കാലത്ത് ക്ഷാമം ഉണ്ടായി. ഐ കംപ്ലീറ്റ്ലി ബിലീവ്. നോട്ട് എ റോങ് തിങ്. ഇതിനകത്തൊക്കെ ഒത്തിരി റോങ് കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തിൽ ആളുകൾക്ക് വിശ്വാസവർദ്ധനം ഉണ്ടാകുവാൻ, അവർ എഡിഫിക്കേഷനായി, അവരുടെ ഹൃദയത്തെ ദൈവം തൊടേണ്ടതിനായി, അവർ ദൈവത്തെ അനുഭവിക്കേണ്ടതിനായി,
അവർ ദൈവ സാന്നിധ്യം അനുഭവിക്കേണ്ടതിനായി, അവർ റിപ്പന്റഡ് ആകേണ്ടതിനായി, അവർ ദൈവത്തിലേക്ക് കുറേയും കൂടെ അടുക്കേണ്ടതിനായി, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടാകേണ്ടതിനായി ദൈവം സംസാരിക്കുന്ന എല്ലാ പ്രൊഫറ്റിക് വേർഡുകളെയും ഞാൻ സ്വീകരിച്ച് കർത്താവിന് നന്ദി പറയുന്നു. I thank you, Holy Spirit. Hallelujah. Yes. I thank you, Holy Spirit. Pastor, I want to finish it. Psalms 105, 105 സങ്കീർത്തനം 37 വാക്യം. അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. 3 മില്യൺ ആളുകളെ 400 വർഷം ബലഹീനത ഉണ്ടാകാതെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ആ കവറിങ് എന്നായിരിക്കും? 400 years ചെരുപ്പ് തേയാതെ, വസ്ത്രം ജീർണിക്കാതെ, പൊന്നിനോടും വെള്ളിയോടും കൂടെ ഞാൻ അവരെ പുറപ്പെടുവിച്ചു. ഒഴിഞ്ഞ കൈയുമായിട്ടുമല്ല. Yes. Yes. Amen. Amen. അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, തന്റെ ജനത്തെ ആ ഹീലിംഗിന്റെ കവറിങ്ങിനകത്ത്, ആ ഗ്ലോറിക്കകത്ത് കൊണ്ടു. In the name of Jesus, the same God is working. Amen. Holy Spirit, Amen. I thank you, Holy Spirit. Can you please say thank you, Holy Spirit? Thank you, Holy Spirit. Come on, let us worship the Lord. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Amen. Read. എന്നെ എല്ലാവരും ഒന്ന് കേട്ടെ. എനിക്കറിയാം സമയം ഇച്ചിരി മുന്നോട്ട് പോയി. ബൈബിളിൽ ആദ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളാരാന്നറിയോ? ഫസ്റ്റ് ടൈം ഇൻ ദ ബൈബിൾ who prayed for the sick people. Who prayed? Who prayed? Someone is attended my service in Cochin, I think. Abraham, വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാം ആണ് ആദ്യം, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം ഡെലിവറൻസിന് വേണ്ടി, ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിച്ചത്. We are the seed of Abraham. നമ്മൾ അബ്രഹാമിയ മക്കളാണ്. ക്രിസ്തുവേശുവിൽ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്നിരിക്കുന്നു. We are the seed of Abraham. Genesis chapter 20, ഉൽപ്പത്തി 20 17-18 വാക്യങ്ങൾ. ഉൽപ്പത്തി 20 17-18 വാക്യങ്ങൾ. ദൈവം അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. Amen. And Abraham prayed unto God, and God healed Abimelech and his wife and his maid servants, and they bare children. God healed Abimelech through the prayer of Abraham. Amen. അബ്രഹാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Are you ready to pray for the sick people? Yes. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? Amen. Abraham prayed. Amen. Yes. വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. Yes. Amen. Amen. കർത്താവിന്റെ പരിശുദ്ധാത്മാവേ, ഈ വചനങ്ങൾ ഇവരുടെ അകത്തൊരു വെളിപ്പാടായി നിലകൊള്ളേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയും സൗഖ്യമാക്കി. അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ, ആ ഡിക്ലറേഷനിൽ, ആ ഭവനത്തിൽ വിടുതൽ ഉണ്ടായി. അബ്രഹാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ, പഴയ നിയമത്തിലെ അബ്രഹാം ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം കൂട്ടമായി, അതൊരാളുടെ മേലെ കൂട്ടമായി വിടുതൽ അയച്ചെങ്കിൽ, ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. I am going to pray for you. And I am going to pray for you. Thank you, Holy Spirit. യെശയ്യാ പ്രവചനം 53-5 വാക്യം. First Peter chapter 2. First of all, First Peter chapter 2 verse 24, please. ഒന്ന് പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു കർത്താവിന്റെ ഒരു മുറിവിൽ നിന്ന്, ഒറ്റ മുറിവിൽ നിന്ന്, ആ രക്തത്താൽ
പാപവിമോചനമുണ്ടായി. Yes. 1 യോഹന്നാൻ 1:7 അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. Amen. 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 ഹീലിംഗ് നടക്കുന്നത്, ഡെലിവറൻസ് നടക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് മൈ പവർ. പത്രോസ് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ എങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല സൗഖ്യമാക്കുന്നത്. Yes, yes. I'm coming to you. Hallelujah. Amen. Give me my handkerchief, my brother. Thank you so much. നിങ്ങൾ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുന്നത് എന്തിനാ? ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല ഈ ഡെലിവറൻസ് നടക്കുന്നത്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. Hallelujah. യേശു ഇന്നും ജീവിക്കുന്നു എന്ന് യേശു തെളിയിക്കുകയാണ്. Yes. All the believers and the pastors, listen to me, this is important. Amen. യേശു കർത്താവ് പറഞ്ഞു, അവർ പ്രസംഗിച്ച വചനങ്ങളെ Yes. അവൻ അടയാളങ്ങളാൽ ഉറപ്പിച്ചു. Hallelujah. ഈ നമ്മളെ എപ്പോഴും ഉറപ്പിക്കുന്നത് നമുക്കുണ്ടായ അനുഭവങ്ങളാണ്. Amen, amen. Yes. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തവർ, ഞാൻ ഈ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈ എന്നെ കാണിക്കണം. ഇപ്പൊ വേണ്ട, ഞാൻ പറയാൻ പോവാ. നമ്മുടെ മനസ്സിൽ എവിടെങ്കിലും പിശാച് ഒരു സംശയമോ ഒരു ചിന്തയോ ഒരാശയക്കുഴപ്പമോ കൊണ്ടുവരാൻ പിശാച് എപ്പോഴും പറഞ്ഞ് സാത്താൻ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് വിശ്വസിപ്പിക്കുന്നവനാണ്. ഒന്നുകൂടെ പറയാം മൈക്കിലൂടെ. സാത്താൻ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്, പരിശുദ്ധാത്മാവ് വിശ്വസിപ്പിക്കുന്നവനാണ്. Once again. സാത്താൻ തെറ്റിദ്ധരിപ്പിക്കുന്നവനാണ്, പരിശുദ്ധാത്മാവ് വിശ്വസിപ്പിക്കുന്നവനാണ്. Yes. Amen. Thank you, Holy Spirit. Amen. എപ്പോഴെങ്കിലും നമ്മുടെ അകത്ത് നമ്മുടെ പ്രതിസന്ധി കൊണ്ട് വെല്ലുവിളിയോട്, പ്രത്യേകിച്ച് കോവിഡിന്റെ ടൈമിൽ പലരും എന്നോട് പറഞ്ഞു, എനിക്കറിയാം, പല വെല്ലുവിളികളും പല ചോദ്യങ്ങളും മുമ്പിൽ വന്നപ്പോഴും അവര് പറഞ്ഞു, പാസ്റ്റേ എന്തെല്ലാം ബ്രദറെ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും എനിക്കിത് വെറുതെയാന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. Yes. Yes. Amen. Jesus. ഇന്ന് പകൽ ഞാൻ പറയുന്നു, സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ആൻ ആക്ടിങ്, ദാറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മീയത ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. That is an experience. Hallelujah. Amen. ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, എന്റെ ഗാലറി ആൻഡ് ദിസ് പ്ലേസ്, എല്ലാവർക്കും ഇന്ന് ദൈവം ഒരു അനുഭവം തരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. Everyone. Hallelujah. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ട്. യേശു കർത്താവിന്റെ മുറിവിൽ നിന്ന്, ഒരൊറ്റ മുറിവിൽ നിന്നാണ് സൗഖ്യവും രക്ഷയും ഉണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, മുറിവാണോ ആദ്യം ഉണ്ടായത്, അതോ മുറിഞ്ഞതിൽ നിന്ന് രക്തമാണോ ആദ്യം ഉണ്ടായത്? ഇത് രണ്ടും ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. മുറിഞ്ഞാൽ എന്ത് വരും? കമോ. പക്ഷെ മുറിവില്ലാതെ എന്ത് വരില്ല? രക്തം വരില്ല. അപ്പം മുറിവും രക്തവും ഒരേ സമയത്ത് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ആ മുറിവാണ്, ആ അടിപ്പിണരാണ് നിനക്ക് സൗഖ്യം തരുന്നത്. ആ രക്തമാണ് നിന്നെ വിമോചിപ്പിച്ചതും നിന്നെ വീണ്ടെടുത്തതും നിന്നെ സ്വന്തമാക്കിയതും. അങ്ങനെയാണെങ്കിൽ രക്ഷ പോലെ, ആമേൻ, വിമോചനം പോലെ യേശു കർത്താവ് വില കൊടുത്തത് നിന്റെ സൗഖ്യത്തിനും കൂടെ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ്, നിന്റെ സൗഖ്യത്തിനും കൂടെ വേണ്ടി യാവേ, നിന്റെ സൗഖ്യത്തിനു വേണ്ടിയാണ്, നിന്റെ സൗഖ്യത്തിനു വേണ്ടിയാണ്, നിന്റെ സൗഖ്യത്തിനൂടെ വേണ്ടിയാണ് യേശു മുറിവേറ്റത്. Number 1, for your redemption, for your sin, for your deliverance. കർത്താവ് മുറിവേറ്റത് നിങ്ങളെ രക്ഷിക്കാനാണ്, നിങ്ങളെ സ്വന്തമാക്കാനാണ്. മനുഷ്യർക്ക് ആർക്കും മാറ്റാൻ കഴിയാത്ത, മായ്ക്കാൻ കഴിയാത്ത നിന്റെ പാപത്തെ കഴുകാൻ വേണ്ടിയാ. യേശു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല,
യേശു ക്രൂശിൽ മരിച്ചത് ഒരു മതത്തിന് വേണ്ടിയല്ല, എന്റെയും നിങ്ങളുടെയും വിമോചനത്തിനും വീണ്ടെടുപ്പിനും വേണ്ടിയിട്ടാണ്. We all are. We all are. Thank you, Holy Spirit. ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും, ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവരെയും സ്നേഹിക്കുന്നു കർത്താവ്. അവൻ നിങ്ങളെ നോക്കി പറയുന്നു, നീ തകർന്നിരിക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി ഞാൻ മുറിവേറ്റത് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. നീ വഹിക്കേണ്ട പാപത്തെ ഞാൻ വഹിച്ചു, നീ ചുമക്കേണ്ട രോഗങ്ങളെ ഞാൻ ചുമന്നു, നിന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ ഞാൻ ഏറ്റെടുത്തു. അമ്മ, നിന്റെ തലമുറയെ വിടുവിക്കുവാൻ, നിന്റെ തലമുറകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനുള്ളത്, അവരുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ, കുടുംബത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ ജീവിതത്തെ വിടുവിപ്പാനുള്ളത് ക്രൂശിൽ യേശു ചെയ്തു കഴിഞ്ഞു. For you, for you, for you, my brothers and sisters, everyone. God is not asking your religion. God is not asking your church, your denomination. He is looking your heart. What is your pain? What you are facing today? മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുകയാണ്. I can see a mother is crying over there with that child. ഒരു വലിയമ്മ, ഒരു അമ്മച്ചി ആ കുഞ്ഞിനെ എടുത്ത് കരയുന്നത് എനിക്ക് കാണാം. She is crying because ഓരോ വ്യക്തികളും അവരനുഭവിക്കുന്ന രോഗങ്ങൾ, അവരനുഭവിക്കുന്ന കഷ്ടതകൾ. നീ ഇവിടെ മതവും പറഞ്ഞുകൊണ്ട് നടക്കുക, ഇവിടെ സംഘടനയും പറഞ്ഞുകൊണ്ട് നടക്കുക. പക്ഷെ പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ മറുഭാഗത്ത് തകരുന്നു. എത്രയോ കുടുംബങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നു. എത്രയോ വീടുകളിൽ സ്വസ്ഥതയില്ല. എത്രയോ കുഞ്ഞുങ്ങളെ പിശാച് തകർക്കുന്നു. എത്രയോ വ്യക്തിത്വങ്ങളിൽ സ്വസ്ഥതയില്ല. പക്ഷെ ഇന്ന് പകലിൽ നിന്റെ വിഷയത്തെ കർത്താവ് കൈകാര്യം ചെയ്യും. God will deal it. യേശു കർത്താവ്, ലിസൺ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം പറഞ്ഞ വാക്കെന്നാന്നറിയാവോ? The first word after his resurrection, സ്ത്രീയെ കരയണ്ട. You no need to cry. I am living for you.